ഇല്ലേ? ഇല്ലേ? ഇല്ല. ഈ മുത്തശ്ശീരെ ഇല്ല. ബാക്കി എല്ലാവരുടെ അടുത്തുണ്ടോ? എന്തൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നത്? ഈ ഒരു വലിയ കയ്യിലുള്ളവർക്ക് ഈ വലിയ ഫോൺ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? കോൾ ചെയ്യാൻ അറിയോ? കോൾ ചെയ്യാൻ അറിയോ? എല്ലാരും കൂടെ ഒന്ന് ആന്ന് പറഞ്ഞ എനിക്കൊരു രസമുണ്ട്. കുറച്ചാൾക്കാരോട് കോൾ ചെയ്യാൻ അറിയില്ല. കോൾ സ്വീകരിക്കാൻ അറിയോ? വാട്സപ്പ് ഒക്കെ അറിയോ? അറിയാം. ഫേസ്ബുക്ക് ഒക്കെ അറിയാം. അറിയാം. പിന്നെ എന്തൊക്കെയാ അറിയാം? ഒരുപാട് ആപ്പുണ്ട് ഇതിനകത്തല്ലേ? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുട്ടികളൊന്നും ഈ സാധനങ്ങൾ തൊടില്ല. ഇവരുടെ കയ്യിൽ ഇത്ര വലിയൊരു ഇതിലും വലിയ പലക പോലത്തെ മൊബൈലുകൾ നമ്മളെ മക്കളിലൊക്കെ ഉണ്ട്. പക്ഷെ മക്കളാരും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിളിക്കണം കേൾക്കണം ഒന്നുമില്ല. അവർ വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വിളിക്കുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടല്ല അവർ വിളിക്കുന്നത്. അവർ ചാറ്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടല്ല. ഏതൊക്കെ ആപ്പ്? അവരത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എക്സ് ഉണ്ട്, അങ്ങനെ കുറെ ആപ്പുകളുണ്ട്. ഈ ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചാറ്റ് ചെയ്യുന്നതും കോളേജ്. എൻ്റെ മകനടക്കം ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എന്നെ വിളിക്കാറ്. ഞാൻ അന്തം പെട്ടുന്നു. അപ്പൊ ഇങ്ങനെ നടക്ക് സാധാരണ വിളിച്ചാൽ പോലെ അതൊക്കെ ഔട്ടായച്ചാ. ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൻ എനിക്ക് ചാറ്റ്. എൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഹോസ്റ്റലാണ് കിട, എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണോ മെസ്സേജ് അയക്കും. എനിക്ക് ഇത് തപ്പി പിടിക്കാൻ മുമ്പൊക്കെ ലേശം ബുദ്ധിമുട്ട്. ആ വാട്സപ്പിൽ വന്നാൽ വേഗം കിട്ടും. പക്ഷെ അവർക്ക് ഇതൊക്കെ എന്താ എന്താ പറയുക, അങ്കിൾ ആപ്പ് എന്നാ പറയുക. അത് മാമന്മാർ ഉപയോഗിക്കുന്ന ആപ്പാണ് ഫേസ്ബുക്കും വാട്സപ്പും. അവർക്ക് അതൊന്നും പുതിയ ജനലിന് ഈ ആപ്പൊന്നും വേണ്ട. അത്ര ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് നമുക്ക് പിടിച്ചേക്കില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ചുരുക്കില്ല. കോവിഡ് കാലം എല്ലാ സ്കൂളുകളും അടഞ്ഞു കിടക്കണം. സ്കൂളുകളിലൊക്കെ ഓൺലൈൻ പഠനമായി. മൊബൈൽ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. എൻ്റെ 5ാം ക്ലാസ് പഠിക്കുന്ന മോക്കോ അന്ന് 9ാം ക്ലാസ് പഠിക്കുന്ന മോനും മൊബൈൽ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. എല്ലാവരും വാങ്ങിക്കൊടുത്തുണ്ടാവില്ലേ? കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് വാങ്ങിക്കൊടുത്തോ? നിങ്ങളൊന്നിനും പ്രതികരിക്കൂലേ? വാങ്ങിക്കൊടുത്തോ? ചിലവരൊക്കെ വാങ്ങിക്കൊടുത്തു അല്ലേ? പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിലൊക്കെ വാങ്ങിക്കൊടുത്തല്ലേ? ഞാനും വാങ്ങിക്കൊടുത്തു. വാങ്ങിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം വന്നു. എന്താ? നെറ്റില്ല വീട്ടില്. ഒരു ഗ്രാമപ്രദേശത്ത് നെറ്റില്ല. അങ്ങനെ അതും പരിഹരിക്കാൻ വേണ്ടി ഒരു വൈഫൈ, BSNL വൈഫൈ വാങ്ങി വെച്ചു, ഫിറ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് ആ ടെക്നീഷ്യൻ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഞാൻ മൊബൈൽ സേവ് വെച്ചിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നീട് ഒരു ആവശ്യം വന്നപ്പോൾ ഈ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ 5ാം ക്ലാസ് പഠിക്കുന്ന മകളോട് പറഞ്ഞിട്ട് ഇങ്ങനെ അബദ്ധം പറ്റി, ഇത് ഞാൻ തിരിച്ചിട്ട് എന്താ വഴിയെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ കേൾക്കണം അവിടെ വന്ന് മറുപടി, പൊട്ട ആ മൊബൈൽ കൊണ്ട് കൊണ്ടാകുന്നു. ഞാനത് ഉരുകിയല്ലാതെ പോയി. ഞാനിങ്ങനെ ഭയങ്കര യൂണിഫോം ഇട്ട് സ്റ്റാറൊക്കെ ഇട്ട് ക്ലാസ്സൊക്കെ ഇടുന്നു, ഭയങ്കര എക്സസൈസ് ഉദ്യോഗസ്ഥനുള്ള ഗമ്മാല് വീട്ടിലോട്ട് ഞെട്ടിച്ചിട്ടൊക്കെ ഞാൻ കൊണ്ടെടുക്കൽ പിള്ളേർ. ഇതിട്ട് പറഞ്ഞ കൊണ്ടുവരാ പൊട്ട മൊബൈൽ കൊണ്ട് കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആ ഉരുകിയാണ്ട് ഇല്ലാതെ പോയി. ഒന്നാലോചിക്കാൻ വളരെ ഞാൻ ഭയങ്കര അറിവുള്ള ആളാണ്, ക്ലാസ് എടുക്കാനാണ്, ഉദ്യോഗസ്ഥനാണെന്നുള്ള എല്ലാ അഹംഭാവങ്ങളും അഹന്തകളും ഒക്കെ തന്നെ ആ പെണ്ണാർ ഒറ്റ വാക്കിൽ തച്ച് ഉടച്ചാണ്ടിട്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ടോ ആ വാക്കിട്ട് നന്നായി. എന്നിട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ കുട്ടിക്കൂറ, ഇത്ര പോകുന്ന കുട്ടിക്കൂറ അന്ന് വില കുറവാണ്, അതാ വാങ്ങിക്കുക. അതുകൊണ്ട് പൗഡർ ഇട്ട് 2 കേട്ടിട്ട് ഈ മൊബൈൽ വാങ്ങി 2-3 സെക്കൻഡ് കിടക്കിട്ട് ശരിയായി പൊട്ടാന്ന് പറയുന്നത് ഉണ്ടായ കാര്യമാണ്. അവള് സെറ്റ് ചെയ്തെന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ 2 വയസ്സ്, ഈ 2000-ന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട് ലോകാരോഗ്യ സംഘടന. എന്താണെന്നറിയാം? മില്ലേനിയം ചിൽഡ്രൻസ് എന്നാണ്. എന്താണ്? മില്ലേനിയം ചിൽഡ്രൻസ്. അങ്ങനെ പറയാനുള്ളൊരു കാരണം, നമ്മളൊക്കെ ഇപ്പൊ എത്ര വളർച്ചയെത്തിയുള്ള തലച്ചോറ്, അത്രയും വളർച്ചയുള്ള തലച്ചോറുമായിട്ടാണ് കുട്ടികൾ പറന്നു വീഴുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഈ 2000-ന് ശേഷം ജനിക്കുന്ന 1 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 2 വയസ്സുള്ള കുട്ടി സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ഡ്രസ്സ് ഇടാൻ അറിയില്ല, ഷൂ ഇടാൻ അറിയില്ല. പക്ഷെ അവനെ സംബന്ധിച്ച് ഇതുപോലെ ഒരു ആൻഡ്രോയിഡ് ഫോൺ അവൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവൻ്റെ ടെക്നോളജി മുഴുവൻ പഠിക്കുന്ന അത്ര വളർച്ചയുള്ള തലച്ചോറാണ് കുട്ടികൾക്ക്. അത്ര വളർച്ചയുള്ള തലച്ചോറുള്ള എൻ്റെ മകളോടൊപ്പം എനിക്ക് എത്താൻ പറ്റാതിരുന്ന എന്തുകൊണ്ടാണ്? എൻ്റെ മകൾ മാത്രം വളർന്നു, ഞാൻ എവിടെ നിന്നു? ഞാൻ ആ കുട്ടി ജനിച്ചപ്പോഴുള്ള പ്രദീപ് എന്താണ്, ആ പ്രദീപായിട്ട് അവിടെ നിന്നു. പക്ഷെ പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി ഈ സാധനം. ഇല്ല, ഇതുപോലുള്ള കുട്ടികളുടെ നമ്മൾ പൊട്ടനായി പോലെ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. കഞ്ചാവ് ഉണ്ട്. നിങ്ങൾ കഞ്ചാവ് എന്താണെന്നറിയാം? കഞ്ചാവ് ഉണ്ടല്ലോ ഇല്ലേ? നിങ്ങളെന്ത് മനുഷ്യന്മാരാ? കാണണ്ടേ? നിർഭാഗ്യവശാൽ നിങ്ങളുടെ വീട്ടിലെ മകന്റെയോ മകളെയോ പേരക്കുട്ടിയുടെ ആരെങ്കിലും കയ്യിൽ നിന്ന് ഒരു പൊതി കഞ്ചാവ് കണ്ടാൽ അത് കഞ്ചാവാണെന്ന് തിരിച്ചറിയാനുള്ള പഠനം നിങ്ങൾ നടത്തണ്ടേ? ഞാനൊരിക്കൽ കോഴിക്കോട് കടലുണ്ടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന വഴി ചന്ദ്രമതി സ്കൂളിന്റെ അടുത്ത് ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചു. ഇതേപോലെ ക്ലാസ്സിലിടയ്ക്ക് നമ്മൾ നമ്പർ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയതിന് വിളിച്ചു. മകൻ വല്ലാതെ ഇടയ്ക്ക് പറയാറുണ്ട് മകന്റെ വീട്ടിൽ ഭയ പ്രശ്നം. അപ്പൊ അന്ന് വിളിച്ച് സാറേ മോൻ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്, സാർ ഒന്ന് ഇതിലേക്ക് വരുമോ എന്ന് ചോദിച്ചു.
അങ്ങനെ വിളിച്ച് ഞങ്ങൾ ഓഫീസിൽ വിളിച്ച് ഒരു വണ്ടിയായിട്ട് വന്ന് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ കയറി ചെക്കനെ പിടിച്ച് റൂമൊക്കെ തപ്പി ചെക്കൻ്റെ ബുക്കിൻ്റെ ഇടയിൽ നീ കഞ്ചാവ് കിട്ടി. ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞാൻ കാണലുണ്ട് സാറേ. മോൻ പറഞ്ഞു ഇത് ഏതൊരു ചെടീൻ്റെ പൂവാണ്, കായാണ്, തണ്ടാണെന്നൊക്കെ ഓൻ പറയാം. ശരിയാണ്, ഓത്ത കളവൊന്നും പറഞ്ഞില്ല. ഈ കഞ്ചാവ് പറഞ്ഞത് ചെടിയാണ്, അതിൻ്റെ ഇലയാണ്, അതിൻ്റെ പൂവാണ്, അതിൻ്റെ തണ്ടാണ് എന്നൊക്കെ മോൻ പറഞ്ഞത് ശരിയാണ്. ഇത് ശരിയാണോ അല്ലേന്ന് അറിയാൻ പറ്റാതെ പോയത് ആർക്കാ? ആദ്യത്തെ തവണ ഇത് കണ്ടപ്പോൾ ഇത് കഞ്ചാവാണെന്ന് തിരിച്ചറിയാൻ ആ സ്ത്രീക്ക് പറ്റിയിരുന്നുവെങ്കിൽ അമ്മയെ മേക്കെട്ട് കയറുന്ന ഒരു മകനായിട്ട് ഇവൻ മാറില്ലായിരുന്നു. അമ്മ ഇവൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ സാധനം കൊണ്ട് അമ്മ കാണുന്നുണ്ട്. അമ്മയ്ക്ക് അറിയില്ല ഇത് കഞ്ചാവാണെന്നുള്ളത്. അതാ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കും അറിയാവുന്നത്? നമ്മുടെയൊക്കെ വീടുകൾ സംഭവിക്കാൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു പക്ഷേ സംഭവിച്ചാൽ നമ്മൾ പഠിക്കണ്ടേ കഞ്ചാവ് എന്താന്ന്? പഠിക്കണ്ടേ? നിങ്ങൾ എന്തുകൊണ്ടായിരിക്കണേ? ആരാ പഠിപ്പിക്കാൻ പോകണം? എവിടുന്ന് പഠിക്കും? കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈലില്ലേ, ആ മൊബൈൽ യൂട്യൂബില്ലേ, ആ യൂട്യൂബ് തുറന്നിട്ട് സെർച്ചിന്റെ ഭാഗത്ത് ഗഞ്ച പ്ലാന്റ്, ഗഞ്ച, ഡ്രൈ ഗഞ്ച ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം വിശദമായിട്ട് വരും. നിങ്ങളെ മക്കൾ ഇതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഗഞ്ച, ജിയ, ജഞ്ച ആ ഒരു സ്പെല്ലിംഗ് അടിച്ചോട്ട് ഫുൾ ഡീറ്റെയിൽസ് ലോകത്ത് കിട്ടാവുന്ന അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അതിൽ കിട്ടും. ചിത്രം, അതിന്റെ വിവരം, അത് കഴിച്ചാലുള്ള ഗുണം എല്ലാം പറഞ്ഞു. കഴിക്കാൻ പോകരുതിട്ടാ, കാര്യം പറഞ്ഞില്ല. പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ തമാശ പറയുമ്പോൾ ഇത് ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ മകളെ വിളിച്ച പൊട്ടന്മാരായിട്ട് അച്ഛനും അമ്മയും മാറിക്കൊണ്ടിരിക്കും. മക്കള് നമ്മൾക്ക് എവിടെ രാവിലെ പല്ലേക്കുന്നത്? എവിടെ നിന്നാ നമ്മൾ പല്ലേക്കണേ? പല്ലേക്കല്ലേ? എവിടെ നിന്നിട്ട് നമ്മൾ പല്ലേക്കണേ? മുറ്റത്തിറങ്ങി പല്ലേക്കുന്ന എത്ര ആളുടെ കൂടെ? നിങ്ങളെ മക്കളൊക്കെ മുറ്റത്തിറങ്ങിയാണോ പല്ലേക്കണേ? ആണോ? കുറച്ചാളുകൾ. മക്കൾ പല്ലേക്കുന്ന വാഷ് ബേസിന് എടുത്ത് നിന്നതാ അല്ലേ? എല്ലാവരും എൻ്റെ വീട്ടിലതാ സ്ഥിതി. രാവിലെ ഒരു 8 മണി 8:30 മുന്നിലെ വാതിൽ തുറക്കണം. ഞാൻ രാവിലെ 5 മണിക്ക് പുറത്തേക്ക് പോട്ടെ, നമുക്ക് താത്ത് പിടിച്ചിരുന്നതാ. 5 മണിക്കാണ് എനിക്ക് വാതിൽ 5:10 ഞാൻ പുറത്ത് കിടന്നു. ഞാൻ ചാടിയ വായിക്കും അപ്പോൾ വാതിലാക്കി പിന്നെ കിടന്നു. മിക്കവാറും എനിക്ക് രാവിലെ എണീറ്റ് പുറത്തേക്ക് ആടിയില്ല, ശ്വാസം മുട്ടും. 8-9 മണിക്കാണ് വീട്ടിലെ മുന്നിലെ വാതിൽ തുറക്കണത്. സൂര്യൻ ഉദിക്കും മുമ്പൊക്കെ ഓർമ്മ, സൂര്യൻ ഉദിക്കുമ്പോ വാതിൽ തുറന്ന് ആ പ്രഭാത രശ്മികൾ വീടിനുള്ളിൽ ആകെ പ്രസരിക്കണം. ആ കുളിർക്കാറ്റ് വീടിനകത്തേക്ക് കയറണം, ആ തണുപ്പ് വീടിനകത്തേക്ക് കയറണം. മിക്കവാറും വീടുകളിൽ പടഞ്ഞു കിടക്കുക. രാവിലെ മകൻ വാഷ് ബേസിനകത്ത് ഇരുന്ന് പല്ല് തേക്കുന്ന മകനോട് അത് നിർത്തി ആ മകന്റെ കൈ പിടിച്ചൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങേ, ആ ബ്രഷും പിടിച്ചിട്ട് പല്ല് ബ്രഷ് ചെയ്തുകൊണ്ട് മകൻ തുപ്പുന്ന വെള്ളം മുറ്റത്ത് അരികിൽ കുഴിച്ചിട്ടിരിക്കുന്ന പയർമണിയുടെ മൂട്ടിലേക്ക് തുപ്പാൻ പറയും. അങ്ങനെ പല്ല് തേച്ച് മുറ്റത്ത് നടക്കും. ദൂരെ നിന്ന് കേൾക്കുന്ന കാക്കയുടെയും കിളിയുടെയും ഒച്ചയും ശബ്ദവും കുട്ടികൾ കേൾക്കട്ടെ. ഇതുകൊണ്ട് ഒരുപാട് കാര്യം നമ്മൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു പോകാൻ. നമ്മളിതുകൊണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, പഠിപ്പിക്കേണ്ട പാഠങ്ങൾ. എന്താ ആദ്യത്തെ പാഠം? വെള്ളം ഒരു അമൂല്യ വസ്തുവാണ് അല്ലേ? ആണോ? ഇനി ഒരു ലോകമഹായുധം ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാ പറയുന്നത്. ആ ഒരു പാഠം പകർന്നു നൽകാൻ ഈ ഒരു ഒറ്റ പ്രവൃത്തി മതി നമുക്ക്. നമ്മളൊരു ടാപ്പ് തിരിച്ച് ഒരു കവിൾ വെള്ളം എടുത്ത് വായിലിട്ട് തുപ്പണന്റെ ഇടയ്ക്ക് 4 കവിൾ വെള്ളം വേസ്റ്റായി പോവാ. ശരിയാണ് ഞാൻ പറഞ്ഞ? അവിടെ അമ്മച്ചി മാത്രം അവരൊന്നും തല കിൽക്കണ പോലില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ലേ? ഈ വെള്ളം അമൂല്യ വസ്തുവാണെന്ന്, ഇത് പാഴാക്കി കളയേണ്ടതല്ല എന്നുള്ളൊരു ബോധം അവന്റെ മനസ്സിലേക്ക് അറിയാതെ നമ്മൾ അടിച്ചു കയറ്റണം. വേണ്ടേ? അവനെ പുറത്തേക്ക് ഇറക്ക്. അവൻ പ്രകൃതി കണ്ട് ആസ്വദിക്കട്ടെ, പ്രകൃതിയെ തന്നിലേക്ക് ആവാഹിക്കട്ടെ. നന്മയുള്ള മനസ്സിനുടമകളായി മാറും, ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. ആ രീതിയിലേക്ക് നമ്മളെ കുട്ടികളെ മാറ്റിയെടുക്കാൻ നമ്മൾ പല്ല് തേക്കണം. കുട്ടികൾ പത്രം വായിക്കണ്ടോ വീട്ടില്? നിങ്ങൾ പത്രം വായിക്കണ്ട? എല്ലാവരും വായിക്കണ്ടേ? സന്തോഷം. നിങ്ങൾ പല്ല് തേക്കണ്ടേ? പുറത്തുനിന്ന് നിങ്ങൾ പല്ല് തേക്കുന്നത് പുറത്തേക്ക് ഇറക്കിക്കേ, ഒന്ന് പുറത്തേക്ക് ഇറക്കി. ഇപ്പൊ ഞങ്ങൾക്ക് പല സ്ഥലത്ത് അനുഭവിക്കുന്നത്. പക്ഷെ കുട്ടികളാരും പത്രം വായിക്കുന്നില്ല. കുട്ടികൾ ജനിക്കുമ്പോൾ കുട്ടികൾ പല്ലേച്ചുകൊണ്ടാണ് ജനിച്ച്? ആണോ? ജനിക്കുമ്പോൾ കുട്ടികൾ പല്ലേക്കില്ലല്ലോ, പത്രം വായിക്കില്ലല്ലോ. പക്ഷെ പിന്നീട് ജീവിതത്തിന്റെ ഇടയ്ക്ക് ഇവർ സ്ഥിരമായി പല്ല് തേക്കുന്നുണ്ട്. രാവിലെ ബാക്കി എന്തൊക്കെ അല്ലെങ്കിലും രാവിലെ ആണെങ്കിൽ പല്ല്, നേരെ വൈകി എണീറ്റാലും പല്ല് തേക്കുന്നുണ്ടോ? പല്ല് തേക്കുന്നില്ലേ? അതുമില്ലേ? ഉണ്ട്. ഇത് എവിടുന്ന കുട്ടി പഠിച്ചേ? ഇത് രാവിലെ എഴുന്നേരം പല്ല് തേക്കണം, പല്ല് വൃത്തിയാക്കണം, വായ വൃത്തിയാക്കണം. ഈ കുട്ടി പഠിച്ചെവിടുന്ന? സ്കൂളിൽ നിന്ന് പഠിച്ചാണോ? സ്കൂളിൽ പോണതിന് മുന്നേ പഠിച്ചിരുന്നോ? അത് എവിടുന്ന പഠിച്ചേ? നമ്മളല്ലേ പഠിപ്പിച്ചേ? നമ്മളെ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ കുട്ടി ചെയ്തേ? ആണോ? ആണ്. അപ്പൊ കുട്ടി ചെയ്യത് നമ്മളെ കണ്ടിട്ടാണെങ്കിൽ, കുട്ടി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയാണെങ്കിലും നമ്മളെ കണ്ടിട്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കേണ്ട ആളുകളാണ് രക്ഷിതാക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾ സ്നേഹമുള്ളവരായിട്ട്, ദയയുള്ളവരായിട്ട് കുട്ടികളെ വളർത്താൻ നമ്മൾ പഠിപ്പിക്കാം.
മിക്ക വീടുകളിലും ഇപ്പോൾ രാവിലെ അട്ടഹാസങ്ങളാണ് മറ്റേ മാഷ് പറഞ്ഞത്. എങ്ങനെ അട്ടഹാസങ്ങൾ? ഞാൻ പറഞ്ഞ പോലെ 8:00 എണീക്കും, എന്ന് റച്ചിയാണ് അടുക്കള നീക്കില്ല പിള്ളേരെ. ഞാൻ എൻ്റെ മോളെ സ്ഥിതിയതാ ഉടത്തി ഉരുട്ടി. ഞാൻ 5 മണിക്ക് പോകുമ്പോൾ വിളിച്ചു ഒക്കെ പോകും, വന്നാലും നീക്കില്ല. ഉരുട്ടി 8 മണിയാകുമ്പോഴേക്കും എല്ലാം ഉരുണ്ട് നീക്കും. ഒരു ദിവസം ഞാൻ വൈഫിനോട് വിളിക്കേണ്ടതാണ്. രാവിലെ 2 പ്രാവശ്യം വിളിച്ചാൽ സമയം 6 മണി 6:30 സ്കൂളിൽ പോകണം, നീറ്റോ പല്ലേച്ചോ റെഡി ആക്കിയോ. പിന്നെ ഞാൻ വിളിച്ചില്ല. ഞങ്ങൾ പോയി പൂട്ടി താക്കോല അമ്മേൻ്റെ അടുത്ത്. ഞാനും വയ്ക്കുമ്പോൾ ഇവിടെ നീറ്റ് നോക്കിയപ്പോൾ 11 മണി. പിന്നെ ഒരു ദിവസം വിളിക്കേണ്ടി കറക്റ്റ് നീറ്റ് സ്കൂളിൽ പോയി. പഠിക്കാൻ വലിയ ഇഷ്ടമാണ്, ഓടാ സ്കൂളിലേക്ക് ഓടണം, പനിയാണെങ്കിലും. അതുകൊണ്ട് അന്ന് സ്കൂളിൽ പോകാൻ പറ്റുന്നത് വൈകുന്നേരം വന്ന് തന്നെ കുറച്ച് ചവിട്ടും കുത്തൊക്കെ ചെയ്ത് 4 മണി ഞാൻ നടക്കില്ല. പിന്നെ കറക്റ്റോട് സ്കൂളിൽ കൊണ്ടിപ്പോൾ മനസ്സിലായോ? അപ്പൊ ആ രീതിയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദികൾ നമ്മളാണ്. എങ്ങനെ വളർത്തിക്കൊണ്ട്? ശാരീരിക വളർച്ചയോടൊപ്പം തന്നെ അവന്റെ തലച്ചോറ് വളരാൻ ആവശ്യമായ പ്രവർത്തികൾ നടത്തി ചെയ്തു കൊടുക്കേണ്ട ആളുകൾ നമ്മളാണ്. ഒരു ദിവസം 12 മണിക്കൂർ കുട്ടികൾ പുറത്താണ്. രാവിലെ 6 മണി 6:30 മണിക്ക് എനിക്കറിയാം. ഞാനൊക്കെ വൈകുന്നേരം രാവിലെ അതിരാവിലെ ഡ്യൂട്ടിക്ക് വരും, ബാഗിൽ പുറത്ത് വലിയ ഭാരം തൂക്കി എഴുതി വലിഞ്ഞ പെൺകുട്ടികളും ആൺകുട്ടികളും പോകുക ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ. വൈകിട്ട് 6, 7 മണിക്കാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. പഠനമൊക്കെ കഴിഞ്ഞില്ല. എന്ത് പഠനം? എന്താ പഠിക്കണേ? കുഞ്ഞിനി മാഷ് പറഞ്ഞപ്പോൾ പഠിപ്പിക്കലല്ല, പീഡിപ്പിക്കലാണ് അല്ലേ? കുട്ടികളെ നമ്മൾ പീഡിപ്പിച്ചു കൊടുക്കുക. പഠിക്ക്. ലഹരിയിൽ നിന്ന് പോയതിന് പ്രശ്നമുണ്ടാ? ഇത് വേറെ വിഷയമായി മാറിയാ. ലഹരി ഞാൻ കുറച്ച് നേരം പറയാം കേട്ടോ. നിങ്ങളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിങ്ങളോട് ലഹരി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ? ആ പഠിക്ക് എന്ന് പറഞ്ഞ കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ കുട്ടികളുടെ പ്രഷർ ഇങ്ങനെ കൂടൂലേ? വീട്ടിലൊക്കെ കുക്കറുണ്ടാ? പ്രഷർ കുക്കർ അല്ല? നിങ്ങളൊക്കെ വളരെ ഡീസന്റ് അടിച്ചും ഇരിച്ചും അമ്മിയിൽ ആട്ടിയും ഒക്കെ മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണോ? കുക്കറുണ്ടാ അല്ലേ? കുക്കറിൽ ഭക്ഷണം വേവിക്കുന്നത് എങ്ങനെയാ? ഭക്ഷണം നല്ല പ്രഷർ കൊടുത്താണ് ഭക്ഷണം വേവിക്കുന്നത് അല്ലേ? ഈ പ്രഷർ കൂടിയിട്ട് കുക്കർ പൊട്ടിത്തെറിക്കണ്ട? അതുമില്ലേ? ഇല്ല. എന്തുകൊണ്ടാ പൊട്ടിത്തെറിക്കാത്ത? ഞാൻ ലഹരി പറയാൻ വന്നാണ്. പറഞ്ഞു കാട് കയറിപ്പോയില്ല. ഞാൻ എപ്പോ വരെ ലഹരിയിലേക്ക് വേഗം വരാം. എന്തുകൊണ്ടാ കുക്കർ പൊട്ടിത്തെറിക്കാത്ത? അതിന് വാൾവുണ്ടല്ലേ? മോളെ 3 വിസിലടിച്ചാൽ പറയണേന്ന് പറയലുണ്ടോ? എന്നോട് പറയല്ലോ വൈഫ്, ഇടാ ആ വിസിൽ നിറയ്ക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. നിങ്ങൾ പറയില്ലേ ഭർത്താക്കന്മാരോട്? ഡാന്ന് പറഞ്ഞില്ലേ പേട്ട എന്ന് പറയില്ലേ? ആ വിസില് പ്രഷർ വല്ലാതെ വന്ന് നിറയുമ്പോ നോവന്നോട്ട് പൊന്തി കൊടുക്കുന്നൊരു പറയില്ലേ? ഈ കുട്ടികളെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രഷർ കയറ്റി കൊടുക്കുമ്പോ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വാൾവ് നമ്മൾ ഇട്ട് കൊടുക്കണ്ടാവും? ഉണ്ടോ? പിന്നെ കുട്ടികളെ പറഞ്ഞു വരുന്നുണ്ടോ? ഈ വാൾവ് കുട്ടികൾക്ക് കിട്ടും. എവിടുന്നാ കിട്ടണേ? ഇവൻ ഈ പ്രഷറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്യൂഷൻ ക്ലാസ്സിലേക്ക് കയറുന്നതിന്റെ അവിടെ താഴെ ചവിട്ടുപടിയുടെ അടുത്ത് പെട്ടിപ്പീഴുണ്ട്. ആ പെട്ടിപ്പീടിയിൽ വർണ്ണക്കടലാസിൽ തൂങ്ങി കിടക്കുന്ന മിഠായി രൂപത്തിലുള്ള വാൾവ് അവന് ലഭ്യമാണ്. ആ ചെറിയ തരി മണി ആ ഒരു മുട്ടായി വായിലേക്ക് ഇട്ടാൽ ഇവർ റിലാക്സ് ആയി. ഈ അമ്മയും അച്ഛനും വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട മുഴുവൻ പ്രഷറും ഫ്രീ ആയി. അവൻ പിന്നെ ഹാപ്പിയായി ചങ്ങാതിമാരോടൊപ്പം ബെസ്റ്റിയോടൊപ്പം കളിക്കാനും ചിരിക്കാനും തുടങ്ങി. ഈ ഒരു മണി മിഠായിയാണ് പിന്നീട് ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ അപകടമായിട്ട് മാറുന്നത്. ആരാണ് ഉത്തരവാദി? എങ്ങനെ മക്കളെ വളർത്തണം നമുക്ക് അറിയോ? പണ്ടത്തെ കൂട്ടുകുടുംബം പോയതോടുകൂടി നമ്മളെ വീട്ടിൽ എൻ്റെ മകനൊരു അസ്വാഭാവികമായ സ്വഭാവം കാണിച്ചാൽ ഞാൻ അന്തം വിടുകയാണ്. ഞാൻ നേരെ മോനെടുത്ത് ഓടാണ് രാമനാട്ടുള്ള ബാലകൃഷ്ണ ഡോക്ടർ അടുത്തേക്ക്. 1 മണിക്കൂർ 2500 രൂപ ഫീസ് അയാളെ കൗൺസിലിംഗ്. ആരെ പോയിണ്ടാവും? ഞാനൊരു ഉദാഹരണമാണ്. മിക്കവാറും വീടുകളിലെ അവസ്ഥ. നിങ്ങൾ ആരും മക്കളെ ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആക്കണ്ട. നിങ്ങൾ BSc MSc സൈക്കോളജി പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ പെട്ടിപ്പീടിയിൽ റൂം എടുത്ത് അവിടെ ഇരുത്തിക്കോളി. ഒരു ദിവസം 10,000 കണക്ക് വരുമാനം ഉണ്ടാവും. തമാശ പറയാം. ബാലകൃഷ്ണ 1 മണിക്കൂറിന് 2,500 രൂപയാണ് ഇപ്പോൾ ഇവർ ഈടാക്കണത്. അങ്ങനെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അറിയാൻ പറ്റാത്തൊരു തലമുറയായിട്ട് നമ്മൾ പോവാണ്. പാടുണ്ടോ? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പ്രഷർ കൊടുത്ത് വിടുമ്പോൾ നമ്മൾ മക്കളെ എങ്ങനെ വളർത്തണം? ഇപ്പൊ നമ്മളൊരു ആന മതളകിട്ട് പാപ്പാനെ ചവിട്ടിക്കൊന്ന വീഡിയോ ഇപ്പൊ എല്ലാവരും കണ്ടോ? ഇല്ലേ? കണ്ടില്ലേ? കാണണം. ഭയങ്കര ഭീകരമായ ഒരു ദൃശ്യമാണ്. എന്താ കാരണം? ആമയൊരു കാട്ടുജീവിയാണ്. നാട്ടാനാന്ന് അതിനെ പറയാൻ തന്നെ പാടില്ല. കാട്ടാനേനെ നമ്മൾ മെരുക്കിയെടുക്കുകയാണ് അല്ലേ? ആണോ? കാട്ടാനേനെ നമ്മൾ എങ്ങനെയൊക്കെയോ ട്രെയിനിങ് കൊടുത്തിട്ട് അതിനെ മെരുക്കിയെടുക്കുകയാണ്. അതിനെ ഇണക്കിയെടുക്കണം നമ്മള്. ഉണ്ടോ? അതേപോലെ ഇപ്പൊ മിക്കവാറും വീടുകളിനകത്ത് നമ്മൾ കുട്ടികളെ മെരുക്കിയെടുക്കുക. ഇങ്ങനെ മെരുക്കിയെടുത്താൽ സംഭവിക്കണത് എന്താ സംഭവിച്ചേ?
ഈ ആന ആദ്യം തൂക്കിയെറിഞ്ഞ ആരെയാ? പാപ്പനെ അല്ലേ? ഈ മെരുക്കിയെടുക്കുന്ന കുട്ടി ആദ്യം തുമ്പിക്കൈയിലെടുത്ത് എറിയാൻ പോണത് ആരെയാണ്? നമ്മളാണ് കുട്ടികളെ പാപ്പാന്മാർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളില്ലേ കുട്ടികളെടുത്ത് ചവിട്ടിയോണ്ട് അരയ്ക്കും. മനസ്സിലായ? കുട്ടികളെ നന്മയുള്ള മനസ്സിന് ഉടമകളാക്കി മാറ്റാൻ നമ്മൾ കഠിന പരിശ്രമം ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ആവശ്യമുള്ളത് എന്തുമായി കൊടുക്കുന്ന ഒരു സ്വഭാവം നിർത്താൻ, കുട്ടി ഉള്ളിയായി പറഞ്ഞ് വളരാൻ കുട്ടികളെ പഠിപ്പിക്കണം. വീട്ടിൽ എനിക്കിപ്പോൾ 4 തരം ഭക്ഷണം രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന വീടുകൾ എനിക്കറിയാം. അച്ഛനൊന്ന്, അമ്മയ്ക്കൊന്ന്, അപ്പൂപ്പനൊന്ന്, മക്കൾക്ക് പല തരത്തിലുള്ള ഭക്ഷണം. നമ്മളൊക്കെ ചെറുപ്പങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പോലും കേട്ടോ. എൻ്റെ അനിയൻ്റെ വീട്ടിൽ അനിയനൊരു ഭക്ഷണം, അനിയനും വൈഫിനൊരു ഭക്ഷണം, മക്കൾക്ക് 2 ഭക്ഷണം. ഒരാൾ ദോശന്, ഒരാൾ ഇഡ്ഡലിന്. ഭയങ്കര പ്രശ്നമാണ്. വീട്ടിലുള്ളത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. ഒരുമിച്ച് ജീവിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം, പഠിപ്പിക്കണം. നമ്മൾ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ. ആ രീതിയിലൊരു കുടുംബാന്തരീക്ഷം മാറ്റേണ്ട ഉത്തരവാദിത്വം ആദ്യം നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രം ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. ഓക്കെ, ഇതിന്ന് പോയി ചെയ്ത് തുറന്നാൽ ഗ്രാജ്വലി നമ്മൾ മാറിയേ പറ്റും. നമ്മൾ പഠിക്കാൻ തയ്യാറേ പറ്റുള്ളൂ. എന്നാലേ കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനും അവൻ എവിടെയെങ്കിലും പതറുന്നുണ്ടെങ്കിൽ ആ പതറിച്ച് മനസ്സിലാക്കാനും തിരുത്താനും. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം കഞ്ചാവ് കണ്ടാൽ അറിയാമായിരുന്നു. ഇന്നെ എല്ലാവരും പോയി കഞ്ചാവ് വെപ്പി നടക്കരുത് കേട്ടോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. എന്ത് കണ്ടാലും നമ്മൾ സംശയത്തോടെ നോക്കാം. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നിരിക്കാന്ന് ഞങ്ങൾ കുട്ടികളോട് ക്ലാസ്സിൽ പറയാറുണ്ട് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ നോക്കിയാ നാക്ക്, മൂക്ക്, തൊക്ക്, അറിയില്ലേ? എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും തുറന്നിരിക്കണം. നമ്മൾ എപ്പോഴും കാണുന്നതും കേൾക്കുന്നതും എല്ലാം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് കൊണ്ടുപോകാൻ, നല്ല രക്ഷിതാവാൻ നമുക്ക് കഴിയുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി നടത്തിയാലും ചിലപ്പം പരുന്ത് കാലം മുമ്പിൽ പോകും. പോലെ പോവോ? സാധ്യത ഒരുപാട് സാധ്യതയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പം ജീവിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഞങ്ങളൊക്കെ സർവീസിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മയക്കുമരുന്നുകളല്ല ഇന്ന് കേരളത്തിലെ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്നുള്ളത് വളരെ ഗുരുതരമായ സ്ഥിതിഗതികളിലേക്ക് കൊണ്ടുപോവുകയാണ്. 2023 ഓണത്തിന് വിറ്റ മദ്യത്തേക്കാൾ 20% കുറവാണ് 2024 ഓണത്തിന് കേരളത്തിൽ വിറ്റ മദ്യത്തിൻ്റെ അളവ്. ഇത് കണക്കാണ്, കളവല്ല. പത്രങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടായിരിക്കും. 2023 വിറ്റ മദ്യത്തിനേക്കാൾ 20% കുറവാണ് 2024 കേരളത്തിൽ വിറ്റ മദ്യത്തിന് കണക്ക്. എവിടെ പോയി മദ്യപിക്കുന്നവര്? നിർത്തിയാ? മദ്യപാനം നിർത്തിയാ? ഇല്ല. പിന്നെ എവിടെ പോയി? അല്ലേ? മദ്യം ഇപ്പോൾ വീര്യം പോരാത്തൊരു ലഹരിയായിട്ട് പുതിയ തലമുറയ്ക്ക് മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ കള്ള് ഷാപ്പുകളിൽ മാക്സിമം വിറ്റുകൊണ്ടിരിക്കുന്ന കള്ളിന്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ 10 ലിറ്ററാണ്. 10 ലിറ്റർ കൂടുതൽ കള്ള് വിൽക്കുന്ന ഒരു ഷാപ്പ് കേരളത്തിലില്ല. ഒരു 5 വർഷം കൊണ്ട് കേരളത്തിലെ ഷാപ്പുകൾ ഒരാളും സമരം ചെയ്യാതെ പൂട്ടി പോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു 20 കൊല്ലം കൊണ്ട് കേരളത്തിലെ മദ്യ ഷാപ്പുകളൊക്കെ തന്നെ ഒരാളും സമരം ചെയ്യാതെ പൂട്ടി പോകുന്നു എന്നുള്ള കാര്യത്തിലും എന്നെ സംബന്ധിച്ച് സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ അത്രയും ഡെവലപ്ഡ് ആവണം സമൂഹം. മദ്യപിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരും. ഈ മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ തന്നെ സ്ഥാനത്ത് ഇപ്പൊ പല രക്ഷിതാക്കളും ഞങ്ങൾ ഈ ആളുകളെ പിടിക്കുമ്പോൾ പറയുന്നൊരു ഇത് പറയാൻ, സാറേ ലേശം കഞ്ചാവ് വലിച്ചാലും കുഴപ്പമില്ലായിരുന്നു, അല്ലെ ലേശം മദ്യപിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് രക്ഷിതാക്കൾ മാറിപ്പോകും. ഇങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരാം. നമ്മുടെ വീട്ടിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ നിർബന്ധമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അച്ഛൻ, അമ്മ, വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, അപ്പൂപ്പൻ, അമ്മൂമ്മ, പേരക്കുട്ടികൾ, എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം വീടുകളിൽ നിർബന്ധമായിട്ട് നമ്മൾ കണ്ടെത്തണം. എപ്പോഴാണ് മിക്കവാറും? രാവിലെ സമയം ഉണ്ടാവുമോ? ഉച്ചയ്ക്ക് വൈകില്ല, രാത്രി സമയങ്ങളിൽ മിക്കവാറും അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സമയമാണ്, ആണോ അല്ലേ? ഇപ്പൊ പകൽ സ്ത്രീകളടക്കം തൊഴിലുറപ്പായിട്ടോ കുടുംബശ്രീ ആയിട്ടോ ഒക്കെ പുറത്തു പോവാണ്, അധ്വാനി നല്ല സമൂഹത്തിന് ആണുങ്ങളെ പോലെ ഇടപെടുന്ന ഒരു കാരണമായതുകൊണ്ട് രാത്രിയാണ് മിക്കവാറും ദിവസങ്ങളിൽ വീടുകളിൽ ഒരുമിച്ചിരിക്കാൻ ഒരവസരമുള്ളത്, ആണോ? ആ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഇരിക്കുന്ന വീടുകളിൽ ആ ഇരിക്കുന്ന സ്ഥലങ്ങളിലാണ് മിക്കവാറും നമ്മളെ എല്ലാ വീടുകളിലും TV ഇരിക്കുന്നത്. മിക്കവാറും വീടുകളിലും ഡൈനിങ് ടേബിളിന്റെ ഒരു ഭാഗത്തായിരിക്കും, അല്ലേ? അതിലേക്ക് നോക്കിയിട്ടാണ് അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംസാരവും അവിടെ നടക്കുന്നില്ല. ആദ്യം ചെയ്യേണ്ടത് ഈ TV ആ ഭാഗത്ത് നിന്ന് മാറ്റണം. അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ TV വർക്ക് ചെയ്യില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത് പറയുമ്പോൾ ഒരു ഓർമ്മ വരുന്നത്, ഒരിക്കലും പത്രത്തിൽ വായിച്ച കാര്യം, മഹാരാഷ്ട്രയിലെ ബോംബെയിലെ ഒരു ഗ്രാമമുഖ്യൻ, ആ ഗ്രാമത്തിൽ 3 മാസത്തേക്ക് വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു തിട്ടൂരിറക്കി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞവരിൽ അവിടെ ഗ്രാമമുഖ്യൻ പറഞ്ഞത് 3 മാസത്തേക്ക്.
വൈകിട്ട് 7 മണി മുതൽ രാത്രി 9 മണി വരെ ആ ഗ്രാമത്തിലുള്ള ഒരു വീടുകളിലും മൊബൈൽ ഫോണോ ടിവിയോ ഓവനോ AC യോ കുക്കറോ ഗ്യാസോ ഒരു സാധനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഓർഡർ ഇട്ടു. 3 മാസം കഴിഞ്ഞ് അതിന്റെ ഒരു റിസൾട്ട് എടുത്ത് പരിശോധിച്ചപ്പോൾ ആ ഗ്രാമത്തിലുള്ള 90% കുടുംബ പ്രശ്നങ്ങൾ തീർന്നു, അവസാനിച്ചു എന്ന് പറയുന്നത്. കാരണം ഈ 2 മണിക്കൂറിനുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി, അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംസാരത്തിലൂടെ 90% പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കണം. അച്ഛനും അമ്മയും കുട്ടികളും വീട്ടിൽ ആരൊക്കെയാണ് എല്ലാവരും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ടോ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വേദിയാക്കി അത് മാറ്റണം. പണിക്ക് പോകുന്ന മകനാണെങ്കിൽ, പഠിക്കുന്ന മകളാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികളാണ്, എന്തൊക്കെയാണ് അന്നത്തെ അവരുടെ വിശേഷങ്ങൾ എല്ലാം പറയാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാവണം. അന്ന് പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ആ ഡൈനിങ് ടേബിൾ ചർച്ചയിൽ, ആ ഡൈനിങ് ടേബിൾ ഭക്ഷണത്തെ മേശയിൽ നമ്മൾ ചർച്ചയാക്കണം. അങ്ങനെ ചർച്ചയാക്കുമ്പോൾ ആ ചർച്ചയിലേക്ക് ഉയർന്നു വരേണ്ട വിഷയമാണ് കൊണ്ടോട്ടിയിൽ ഒരു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറ്, വാപ്പയുടെ കാറ് മകൻ പെട്രോളുമായി കത്തിച്ചു കളഞ്ഞു എന്നുള്ള വാർത്ത, അന്ന് പത്രത്തിൽ വായിച്ച വാർത്ത ഈ ഡൈനിങ് ടേബിൾ ചർച്ചയിൽ നമ്മൾ കൊണ്ടുവരണം മനഃപൂർവ്വം. മകനും മകളും അച്ഛനും അമ്മയും എല്ലാം ഇരിക്കുന്ന സദസ്സിൽ അത് ചർച്ചയാക്കി എന്തിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്നോ എന്താണ് അതിന് പിന്നിലുള്ള വില്ലനെന്നും നമ്മൾ ചർച്ചയാക്കുമ്പോൾ നിങ്ങളുടെ മകനോടോ മകളോടോ നിങ്ങൾ പറയണോ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന്? വേണോ? പറയണ്ട. അറിയാതെ അവന്റെ ബോധ മനസ്സിലേക്ക് നമ്മൾ നല്ലൊരു ആശയം കടത്തിവിടാണ്. ആ രീതിയിലേക്ക് വീട്ടിൽ നിർബന്ധം ഒരു ചർച്ച നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയെ കൊന്ന് ആശിക്കുന്ന യുവാവിന്റെ കഥ അവിടെ ചർച്ച ചെയ്യണം. നമ്മുടെ ഗ്രാമത്തിലോ അപ്പുറത്തോ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഇപ്പം നമ്മൾ വായിച്ചില്ല, മഞ്ചേരിയിൽ 34 വർഷം തടവ് കിട്ടി കൊണ്ടോട്ടി മുറയൂർന്ന് ഞങ്ങൾ പിടിച്ചിട്ടുള്ള ഒരു ഉമ്മയ്ക്കും വാപ്പയ്ക്കും, 75 കിലോ കഞ്ചാവും 50 ഗ്രാം MDMA പിടിച്ചൊരു ഉമ്മയും വാപ്പയും മഞ്ചേരി കോടതി 34 വർഷത്തേക്ക് ശിക്ഷിച്ചു. 15 വർഷത്തിൽ കിടന്നേ പറ്റുള്ളൂ. ഇങ്ങനെ വായിച്ചൊരു കേസിന്റെ കഥ നമ്മൾ ആ ഡൈനിങ് ടേബിൾ ചർച്ച ചെയ്യണം. ഇങ്ങനെ ഒരു കേസിൽ പെട്ടാലുണ്ടാകുന്ന വിപത്താണ് എന്താണ് എന്ന് പറയാതെ നമ്മൾ പറയാണ് നമ്മുടെ മക്കളോട്. ആണോ? അല്ലേ? ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഇതിനെതിരായിട്ടൊരു ബോധം നമ്മൾ പറയാതെ മെല്ലെ മെല്ലെ കടന്നു ചെല്ലണം. ആ രീതിയിലേക്ക് നമ്മുടെ ഈ പ്രശ്നമില്ല, എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. വേറെ പ്രശ്നമുണ്ട്. ഇത് ഞാൻ ഫറോക്ക് യങ്മൻസ് ലൈബ്രറിയിൽ ഇങ്ങനെ വിഷയം വന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അടുത്തൊരു കുടുംബശ്രീ പോയപ്പോൾ അവിടെ സ്ത്രീ സാറേ മറ്റേ ഇവിടുന്ന് പറഞ്ഞ കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കി ചർച്ചയ്ക്ക്. പക്ഷെ അതായാലും വലിയ കച്ചറ. എന്തുണ്ടായ ഭർത്താവ് എന്നും കച്ചറയാണ്. കറിയിൽ ഉപ്പില്ല, എരിവില്ല, പുള്ളില്ല. കാരണം ആദ്യം നോക്കി TV എടുത്ത് ഇങ്ങനെ വാരി തിന്നു. ഇപ്പൊ TV ഇല്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കഴിക്കുമ്പോൾ ഒരുപാട് കുറ്റങ്ങളാണ്. നല്ല നോക്കിക്കൊണ്ട് ഭർത്താക്കന്മാർ പരസ്പരം ഭക്ഷണം ഉണ്ടാക്കൽ ഭാര്യമാരെ മാത്രം പണിയാണല്ലോ അല്ലേ? നിങ്ങൾ മാത്രമല്ല ചെയ്യല്, നിങ്ങൾക്ക് റിസർവ് ചെയ്ത പണിയല്ലേ? രാവിലെ എൻ്റെ വീട്ടിൽ വിട്ടുകൊടുക്കുകയാണ് കേട്ടോ. ഭാര്യ ചോറുണ്ടാക്കും, ഞാൻ വിട്ടുവിടും. ഓള് കറി ഉണ്ടാക്കും, ഞാൻ മീൻ മുറിക്കും. ഇല്ല, നടക്കൂല, രാവിലെ പോകാൻ കഴിയില്ല ഞങ്ങൾക്ക്. ആ രീതിയിൽ കുടുംബം മാറണം. രാവിലെ വീട്ടിലെ പണികൾ നമ്മൾ ഭാഗിച്ചു കൊടുക്കണം. രാവിലെ എല്ലാ ദിവസവും വൈകിട്ട് ഒരു A4 ഷീറ്റ് എടുക്കേ. ആ ഷീറ്റ് എടുത്തിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ വീട്ടിലുള്ള ആളുകളുടെ പേരെഴുത്. അവർ അന്നാന്ന് ചെയ്ത പണികൾ എന്തൊക്കെയാണെന്ന് മാർക്ക് ചെയ്യും. 75% പണി ചെയ്ത ഭാര്യമാരാണ്, അമ്മമാരാണ്, സ്ത്രീകളാണ് വീട്ടിലെ. അല്ലേ? ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾക്ക് മാത്രമേ പണി പറ്റും, ഞങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ അങ്ങനെ കൈ വെക്കാൻ പാടുണ്ടോ? അത് തിരുത്തിയിട്ട് വീട്ടു ജോലികൾ എല്ലാവരും ഒരുപോലെ ചെയ്യാൻ മക്കളെ പഠിപ്പിക്കും. എൻ്റെ മകനെ ഞാൻ മുറ്റടിപ്പിക്കും. വലിയ വർത്തമാനം പറയില്ല. ഇങ്ങനെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ഫ്രണ്ട്സ് കാണും, അടിക്കണമെന്ന് അറിഞ്ഞാൽ. ഇത് സ്ത്രീകൾക്ക് ഒഴിഞ്ഞു വെച്ച പണിയൊന്നുമല്ലല്ലോ. എല്ലാ പണിയും തുല്യ ജോലി, തുല്യ ഉത്തരവാദിത്തമാണ് വീട്ടില്. ആ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് മക്കളെ കൊണ്ട് മക്കൾക്ക് എല്ലാ പണിയും ഭാഗിച്ചു കൊടുക്കുക. എല്ലാ ദിവസവും പേപ്പർ എടുക്കുക, എഴുതി ഇന്ന് ചെയ്ത പണികൾ കാണിച്ചു കൊടുക്കുക. ഇതാ 75% പണി ഞാനാണ്, എന്നെ കൊണ്ട് പറ്റില്ല. ഭർത്താവിനോട് ചെയ്യാൻ പറയാം, ഭർത്താക്കന്മാരുടെ ഭാര്യയോട് ചെയ്യാൻ പറയാം, മക്കളോട്. എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ് വീട്ടില്. അല്ലെങ്കിൽ മക്കളെന്ന് വിചാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമരത്തോണ്ട് വളരെ സേഫ് സോണിലാണ്, ബാക്കിയെല്ലാം അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. പാടില്ല. വീട്ടിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷനുകളിലും കുട്ടികളുടെ അഭിപ്രായം നമ്മൾ പരിഗണിക്കണം. കല്യാണമായാലും ബർത്ത്ഡേ ആയാലും ന്യൂ ഇയർ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും കുട്ടികളുടെ അഭിപ്രായം നമ്മൾ പരിഗണിക്കണം. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുട്ടികളെ അറിയിക്കണം. ആ രീതിയിലേക്കുള്ള ഒരു അവസ്ഥ വീട്ടിൽ നിന്ന് സംജാതമാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പിടിച്ചാൽ കിട്ടാത്തടത്തേക്ക് കുട്ടികൾ പോയി പോകും. ഇവനിതെല്ലാം കിട്ടുന്ന സ്ഥലം പുറത്തുണ്ട്. ഒരുപാട് സംസാരിക്കുന്ന കൂട്ടുകൂടുന്ന ആളുകൾ പുറത്തുണ്ട്. ഞാൻ ഈ സംസാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുരുഷന്മാർ സാധാരണ ഒരു ദിവസം എത്ര വാക്കുകൾ സംസാരിക്കുന്നത്? ശാസ്ത്രമാണ് കേട്ടത്. എത്ര വാക്ക് സംസാരിക്കുന്നത് അറിയാമെങ്കിൽ വീട്ടിൽ അന്തരീക്ഷം നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ കുറച്ച് നമ്മൾ സഫർ ചെയ്യേണ്ടത്. ഒരു പുരുഷൻ ഒരു ദിവസം ശരാശരി 4000 വാക്കുകളെ സംസാരിക്കുന്ന പറഞ്ഞു സയൻസ് പറയുന്നത്. പക്ഷെ സ്ത്രീകൾ 20,000 വാക്ക് സംസാരിക്കും. മനസ്സിലായോ? ഒരു സ്ത്രീ ശരാശരിയായിട്ട്, എല്ലാവരും അങ്ങനെയല്ല, ശരാശരി ശാസ്ത്രം കണക്കാക്കിയിട്ടുള്ള ഒരു കണക്ക് പുരുഷന്മാർ ഒരു ദിവസം 4000 വാക്കും സ്ത്രീകൾ ഒരു ദിവസം 20,000 വാക്കുകളും സംസാരിക്കും.
ഞാൻ ഏകദേശം ഇപ്പൊ ഇതുപോലെ 2 സംസ്ഥാനത്തിന്റെ 4000 തീർന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് അല്ല ഭാര്യ രാത്രി എന്താ ചപ്പാത്തി കാണാൻ പോലെ ഞാൻ അത് വിളിച്ചു വിടാം അല്ലേ. അപ്പൊ അത് നമ്മൾ കുറച്ച് ഇത് എനിക്കൊരു ബോധ്യം വേണം. ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയുന്നതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അതിനനുസരിച്ച് കുറച്ചുകൂടെ സംസാരിച്ചാൽ മതി. ബാക്കി കുറച്ച് വാക്കുകൾ അവൾക്ക് വേണ്ടി മാറ്റി വെക്കണം, പങ്കുവെക്കണം അല്ലേ. അപ്പൊ ആ രീതിയിലേക്ക് വീട്ടന്തരീക്ഷങ്ങൾ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദികളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ. പറയാതെ പഠിപ്പിക്കണം നമ്മൾ മക്കളെ. മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെയും എൻ്റെയും അത് ഇത് പറഞ്ഞ് ഇത് കഴിച്ചാൽ ഇതാണ്, ഇത് കഴിച്ചാൽ ഇതാണ്, ഓരോന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ വളരെ നന്നായിരിക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഒരു ഇടം വേണം നമ്മുടെ വീടുകളിൽ. ഇതിനൊക്കെ ഇടപെടാനുള്ളൊരു ഇടം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വൈകുന്നേരം ഒരു 7 മണിക്ക് സീരിയൽ കണ്ടില്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടാവും. ഈ കുട്ടികൾ ലഹരിയിലേക്ക് പോകാനുള്ള കാരണം നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാ അല്ലേ, ആനന്ദം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. വീടുകളിൽ അമ്മിക്കലുള്ള എത്ര ആളുണ്ട് ഇവിടെ? എന്നാലും ഭൂരിപക്ഷമില്ല. ഒരലുണ്ടോ? ഉപയോഗിക്കാറുണ്ടോ? ഒരലുണ്ടോ? ചിലപ്പോൾ പണ്ട് വാങ്ങിയ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അതെന്താ? ഓക്കെ എന്താ ഉപയോഗിക്കാത്ത? മിക്സി എന്തിനാ? അപ്പൊ എന്താ നമുക്ക് സന്തോഷം വേണം, നമുക്ക് ആനന്ദം വേണം അല്ലേ. അമ്മയുടെ ഇങ്ങനെ അരച്ച് 2 മിനിറ്റ് കൊണ്ട് കഴിയും. അപ്പൊ നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. AC കണ്ടുപിടിക്കുന്നത്. ഈ ഫാനത്തിന് അവിടെ ചൂടെടുത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാക്കില്ല. നിങ്ങൾക്ക് സന്തോഷം വേണോ? ഈ നിങ്ങൾ ആരും എന്റെ ഈ സംസാരത്തിൽ നന്നായി കേൾക്കുവോ? പോയി ചങ്ങ എപ്പോഴാണ് നിർത്തുക എന്ന് ആലോചിക്കും. ഈ ചൂടാണ് സത്യമല്ലേ. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ള മുഴുവൻ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുള്ളത്. AC മുതൽ സൈക്കിൾ മുതൽ എല്ലാ ചെരുപ്പ്, പണ്ടുള്ള ചെരുപ്പ് മുതൽ എല്ലാ സംവിധാനങ്ങളും കണ്ടെത്തിയിട്ടുള്ള ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേരുമായിട്ട് മരുന്ന് ഉപയോഗിക്കുന്നതിനാണ്, സന്തോഷിക്കാനാണ്, ആനന്ദിക്കാൻ. നിങ്ങളാരും ഉപയോഗിക്കാത്തതുകൊണ്ട് നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഒരു നേരങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്ന പിന്നെ നിങ്ങൾ അമ്പലത്തിലേക്ക് വരില്ല, എവിടേക്ക് വരില്ല, നിങ്ങൾ അത് ഉപയോഗിക്കാൻ പോകും. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ബാക്കിൽ കുറെ ആളുകൾ ഇരിക്കണ്ടേ. നമ്മളൊന്നും മിടുക്കന്മാരായിട്ടില്ല. നിങ്ങളിത് ഉപയോഗിച്ച് പോയിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ വരില്ല. നിങ്ങൾ എല്ലാവരും ഈ മയക്കുമരുന്ന് തേടി പോകും. ഇത് മയക്കുമരുന്നിന്റെ സ്വഭാവം, ആനന്ദത്തിൽ ആറാട് എന്നാ പറഞ്ഞത്. ഈ മയക്കുമരുന്ന് മദ്യമോ കഞ്ചാവോ കഴിക്കുന്നതിലുപരിയായിട്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രശ്നം ഈ രാസലഹരികൾ പറയുന്ന സാധനങ്ങളാണ്. വളരെ അപകടം പിടിച്ച രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറികളിൽ ഫാക്ടറി എന്ന വലിയ കെട്ടിടങ്ങളൊന്നും കേട്ടോ, ഒരു കുക്കറോ ഗ്യാസോ ഒക്കെ മതി, ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന രാസലഹരികളാണ് കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നില്ല. മദ്യം ഉപയോഗിക്കുന്ന ആള്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആള് ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് കരളോ കിഡ്നിയോ ഒക്കെ പോയിട്ട് ഇന്ത്യൻ ഓർഗൻസ് ഒക്കെ പോയിട്ട് സാവധാനം മരണത്തിലേക്ക് കീഴടങ്ങിയിരുന്നുവെങ്കിൽ ഈ പുതിയ തരം രാസലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ശാസ്ത്രം നൽകിയിട്ടുള്ള ആയുസ് 10 വർഷമാണ്. ഇപ്പൊ ഇതിനെ നീളമെന്ന് അറിയില്ല. ഇപ്പൊ സയൻസ് പറയുന്നത് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്ന, നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന, അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ആളുകള് 10 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാല് ഒരു 10 വർഷം കഴിഞ്ഞാല് ഇവിടെ കണ്ണമംഗലങ്ങാടിയിലോ കൊളപ്പുറങ്ങാടിയിലോ വേങ്ങരങ്ങാടിയിലോ 22 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു യുവതി അല്ലൊരു യുവതി എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു. എന്താ കാര്യം നിങ്ങൾക്ക് 2021 ഡിസംബർ മാസം 31 രാത്രി 11 മണിക്ക് കോഴിക്കോട് കല്ലുത്താങ്കട വന്ന് ഞങ്ങള് കോഴിക്കോട് ലോ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയെ പിടിച്ചു. നല്ല ക്വാണ്ടിറ്റി മയക്കുമരുന്നായിട്ട് ഇവനെ പിടിച്ചപ്പോൾ ഇവന്റെ മൊബൈൽ ഫോണിൽ 40 നമ്പർ പെൺകുട്ടികളുടെ മാത്രം നമ്പർ, വേറെ ഒരാൾക്കോ സ്ഥാനം കൊടുക്കും. ഈ 40 പെൺകുട്ടികൾക്ക് മാത്രം. കോഴിക്കോട് വിവിധ വനിതാ കോളേജുകളിലും വനിതാ സ്കൂളിലും പഠിക്കുന്ന കുട്ടികളാണ് ഇവന്റെ കസ്റ്റമേഴ്സ്. ഇവൻ പറഞ്ഞ ന്യായം അവർ ഒറ്റ കൊടുക്കില്ല. അർദ്ധരാത്രി ഇവന്റെ ഫോണിലേക്ക് വന്ന ഈ പെൺകുട്ടികളുടെ മെസ്സേജും അശ്ലീലം ഈ മയക്കുമരുന്നിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിക്കൊണ്ട് ഈ കുട്ടികളെ അയച്ചിട്ടുള്ള മെസ്സേജുകൾ വായിച്ച് ഞങ്ങൾക്ക് തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലേക്ക് ലോകം, കേരളം മാറിക്കൊണ്ടിരിക്കും. ആണും പെണ്ണും വ്യത്യാസമില്ല. മദ്യം ആണ് മാത്രമായിരുന്നെങ്കിൽ പുതിയ തരം രാസലഹരികള് രണ്ടും ഒരുപോലെ കൈകാര്യം, ഭാര്യ ഭർത്താവ് ഒരുമിച്ച് വന്ന് മയക്കുമരുന്ന് വാങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. മനസ്സിലായി? അപ്പൊ ഇത്തരം ഈ രാസലഹരിയാണ് ഏറ്റവും വലിയ അപകടങ്ങൾ. 10 വർഷം കുഴഞ്ഞു വീട് മരിച്ചു വേങ്ങരങ്ങാടിയിൽ കുന്നിവിടെ കണ്ണമംഗലത്ത് 30 വയസ്സുള്ള ഒരു യുവതി അല്ലെങ്കിൽ 22 വയസ്സുള്ള യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വായിക്കാൻ കൂടി സാധ്യതയുള്ള സമയത്താണ് നമ്മളിങ്ങനെ കൂടിയിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മനസ്സിലാണോ? വളരെ അപകടത്തിലാണ് ഇത്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെ സംരക്ഷിച്ചാലും നമ്മുടെ വീട്ടിലൊരു കുട്ടിയോ നമ്മുടെ അയൽപക്കോ ഏതെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി ഇതിന്റെ കെണിയിൽ അകപ്പെട്ടു പോയാൽ കുടുങ്ങി നമ്മൾ.
വളരെ അപകടമാണ് ഈ രാസലഹരിയിൽപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അവൻ അത്രയും അദമ്യമായ ആഗ്രഹമാണ് എനിക്കിത് ഉപേക്ഷിക്കണം എന്ന്. എന്നാൽ നമുക്ക് ചികിത്സിച്ചൊക്കെ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും നിർഭാഗ്യവശാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടികൾ ആരെങ്കിലും ഈ കെണിയിൽ വിട്ടുപോയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട, ഒരാളോട് പറയരുത്, പറയാൻ പാടണ്ട. എന്താ, നമ്മൾ അഭിമാനം ആകെ തട്ടക്കുടഞ്ഞ് ആകെ തകർന്നു പോലെ ഉണ്ടാവും മൂന്നാമതൊരാളറിഞ്ഞാൽ. പക്ഷെ സയൻസ് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം അറിയുന്ന നിമിഷം ഇതിനുള്ള പരിഹാരം കണ്ടെത്തിക്കൊള്ളണം. നമ്മുടെ കുട്ടി ഒരു വഴി പിഴയ്ക്കുന്നു എന്ന് അറിയുമ്പോൾ അപ്പം പിടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കിട്ടില്ല എന്നാ പറയുന്നത്. നമ്മുടെ മകൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി ഒരു ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1980 ലോകാരോഗ്യ സംഘടന പറഞ്ഞത് മയക്കുമരുന്ന് ഉപയോഗം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. എന്താണ്? ഒരു അസുഖമാണ്. എൻ്റെ വീട്ടിലൊരാൾക്ക് പനി വരുന്ന പോലെ, തലവേദന വരുന്ന പോലെ, വേറെ എന്തെങ്കിലും അസുഖം വരുന്നത് പോലെയാണ് എൻ്റെ വീട്ടിലൊരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്. അങ്ങനെ ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അവനോട് കൂട്ടിപ്പിടിക്കണം എന്നാണ് പറഞ്ഞത്. മകനായാലും മകളായാലും. അവന് മാത്രമല്ല എന്നാ പറയുന്നത്, ആരൊക്കെയാണോ അവന്റെ കൂട്ടുകാര്. ഞാൻ നേരത്തെ കൂട്ടി പറയേണ്ട ഒരു കാര്യമായിരുന്നു, നമ്മുടെ മക്കളെ ചങ്ങാതികൾ, അവരുടെ ഫ്രണ്ട് സർക്കിൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവര് നമ്മുടെ കൂടെ ഫ്രണ്ട്സാക്കി നമ്മൾ മാറ്റണം. മകന്റെ ചങ്ങാതിമാര് നമ്മുടെ ചങ്ങാതിമാരായിട്ട് നമ്മൾ മാറ്റണം. അവൻ എവിടെ പോകുന്നു, ആരൊക്കെയാണ് അവന്റെ ചങ്ങാതിമാർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അവരായിട്ടൊരു കോണ്ടാക്ട് വേണം, നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ ചങ്ങാതികളും നമ്മുടെയും ചങ്ങാതിമാരായിരിക്കാം, ചങ്ങാതികളായിരിക്കണം. അതുകൂടി മനസ്സിൽ വെച്ചോളൂ. അപ്പൊ മകനോ മകളോ ഈ കെണിയിൽപ്പെട്ടാൽ അവന്റെ ചങ്ങാതിമാരെ അവനെയും എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന പറഞ്ഞേ, വീട്ടിലേക്ക് വിളിച്ചിരുത്തി അവനോടൊപ്പം അവരെയും സൽക്കരിക്കുക, അവര് ഭക്ഷണം കൊടുക്കുക, ചായ കൊടുക്കുക. എങ്ങനെയാണോ മകനെ ട്രീറ്റ് ചെയ്യുന്നത്, മകളെ ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെ ഇവന്റെ കൂട്ടുകാരന്മാരെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം. എങ്കിലേ ഇവനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവനെ നമ്മൾ ചികിത്സിച്ച് മാറ്റിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഇവൻ ഇറങ്ങുന്നത് ഈ കൂട്ടത്തിലേക്കാണ്. മനസ്സിലായോ? ഇതൊക്കെ അഡിക്ഷനൊക്കെ ചികിത്സ കഴിഞ്ഞ് വന്നിട്ട് ഇതിന്റെ എല്ലാ ദുരന്തങ്ങളും ഒഴിവാക്കി വീണ്ടും ഇവൻ ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിലേക്ക് ആയിരിക്കും. അതുകൊണ്ട് ഇവരെയും കൂടി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ മക്കളെ നമ്മൾ പിന്നെ എന്തെങ്കിലും കാരണവശാല നമ്മൾ എന്തൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ പൊന്നങ്കട്ട കൊണ്ടുവന്നാൽ ചിലപ്പോൾ പരുന്ത് റാഞ്ചിക്കൊണ്ടുപോകും. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, മദ്യവും കഞ്ചാവും ഒക്കെ തന്നെ ഉപയോഗിച്ച് വരുന്ന, നമ്മളൊരു ആദ്യം ഉപയോഗിച്ച് വരാൻ എപ്പോഴായാലും ഉപയോഗിച്ച് വരുന്ന ഒരാളെ കണ്ടാൽ നമുക്കറിയാം. എങ്ങനെ അറിയാം അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന്? എങ്ങനെ അറിയാം? നിങ്ങളെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ല അല്ലേ? ഭാഗ്യവന്മാര്. മദ്യപിച്ച ഒരാളെ മണം കൊണ്ട് നമുക്കറിയാൻ പറ്റും. മദ്യത്തിന്റെ മണം ഉണ്ടാവും ഒരാൾക്ക് അല്ലേ? പറഞ്ഞോളി, നമ്മൾക്ക് മദ്യത്തിന്റെ മണോ കഞ്ചാവ് വലിച്ചിരുന്ന ആളെ പുകയുടെ സ്മെല്ലുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ കുട്ടിയോ മകനോ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇത്തരത്തിൽ മദ്യം കഴിച്ചു വന്നാലും അല്ലെങ്കിൽ പുക വലിച്ചു വന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതിൽ നമുക്ക് പിടിക്കാം. പക്ഷെ ഈ രാസലഹരികൾ എന്ന് പറയുന്ന സാധനം മണമില്ല, ഗുണമുണ്ട്, നല്ല രുചി, മണമൊന്നുമില്ല, രുചിയില്ല, ഇതിന് മണമില്ല. ഇത് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന നിങ്ങൾക്ക് അറിയാനും പറ്റില്ല. ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നവൻ പക്ഷെ നിങ്ങൾ അറിയിക്കും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളോടൊപ്പം വളരാൻ നമ്മൾ ശ്രമിക്കണം, പഠിക്കണം. എങ്ങനെ വളരണം? ഇങ്ങനെ ഒരു സാധനം ഉപയോഗിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. പഠിക്കാൻ പറഞ്ഞാൽ കുട്ടികളോടൊപ്പം വളരണം. മനസ്സിലായോ? ഞാൻ നേരത്തെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നല്ല അറിയുന്ന ആളുകളോട്